ഇപ്പൊ എത്തും. ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരു പിസ്സ ഒന്ന് കൊടുത്ത്. മാഡം പിസ്സ ഓക്കെ മാഡം പിസ്സ ഓർഡർ ചെയ്തിരുന്നോ? പിന്നെ ഞാൻ ഇത് തന്നെ ഓർഡറിൽ ഒരു ഇതില പറയുന്നത്. ഞാൻ പിസ്സ ഓർഡർ ചെയ്തിട്ടില്ല. പിസ്സ ഓർഡർ ചെയ്തേക്കുന്നത്. പിസ്സ ഓർഡർ ചെയ്തു. ആര് ഓർഡർ ചെയ്തു? അമ്മി, അയ്യോ അത് പിഷാരടി സാറല്ലേ? അതെ, മറ്റേത് പ്രചോദട്ടെ. അമ്മി ടി വി കാണുന്ന അതേപോലെ തന്നെയുള്ള. ഇവിടെ ഞങ്ങളുടെ ഷൂട്ട് നടക്കുക. അയ്യോ നിങ്ങളുടെ കോംബോ ഒക്കെ ഭയങ്കര വൈബാണ്ടോ, ഭയങ്കര രസാ. പരിപാടിയൊക്കെ പിന്നെ കാണാറുണ്ടോ? റിപ്പീറ്റും കാണും ഞാൻ. അല്ല വീട് വെച്ച് വല്ലതും വന്നാണോ? ഇല്ല സാറേ, ഇവിടെ നിന്ന് തന്നെയാണ് നമ്മള് വിളിച്ച്. നമ്മള് ഇവിടെ ഓർഡർ ചെയ്താൽ കൊണ്ടുവരില്ലല്ലോ. ക്രിസ്മസ് ഫാദർ വന്നേക്കണേ. അല്ലാതെ ഞാൻ പിസ്സ ഡെലിവറി ബോയാണ്. ഞാൻ പിസ്സ ഓർഡർ ചെയ്തിട്ടില്ല. ഓർഡർ ചെയ്തോ? ഇല്ല, എനിക്ക് കഴിക്കാൻ ഓർഡർ ചെയ്ത് മറന്നുപോയിണ്ടാവോ ചിലപ്പോ? അല്ല ശാന്തിനെ ആയിരിക്കുള്ളൂ. നേരത്തെ ഫോൺ ചെയ്യണേ കണ്ടതാ. ഏയ്, ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ ഓർഡർ ചെയ്യണേ? ഞാൻ മേഡത്തിന് കൊടുക്കണ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം മേഡത്തിന് കൊടുക്കണപ്പം തന്നെ കഴിക്കണേ. അല്ല, ഇവളിവിടെ നഴ്സ് പണിക്ക് വന്നതാണോ അത് റീൽസ് പണിക്ക് വന്നതാണ്? 24 മണിക്കൂറും ഫോണും വേണല്ല. അല്ല എനിക്കൊന്നും പിസ്സ ഇഷ്ടമല്ല. എനിക്ക് തോന്നുന്നത് ബേബി സാർ തന്നെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് പറയാൻ മടിയായിട്ടുണ്ടായിരിക്കും. ഒന്നാമത് പിസ്സ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബർഗറാണ് ഇഷ്ടം. എനിക്കൊന്ന് പിഷാരടി ആയിരിക്കുള്ളൂ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്യുമോ? എനിക്ക് അറിയില്ല. ഇത്രയും പേരുള്ള സ്ഥലത്ത് ഞാനാണ് ഈ തർക്കം ഇവിടെ ഉണ്ടാവുമോ? ഇത്രയും പേരുള്ള സ്ഥലത്ത് ഒരു പിസ്സ ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്യുമോ? ഞാനായിരുന്നെങ്കിൽ അത് ഞാൻ ആ ഗേറ്റിൽ നിന്ന് തന്നെ മേടിച്ച് ആരും കാണാതെ പാർക്കിംഗ് പോയി തിന്നിട്ട് തന്നെ കയറി വരൂലേ? എന്തായാലും എന്റെ മോനായിരിക്കൂല ഓർഡർ ചെയ്തേക്കണേ. കാരണം ഇന്നാള് പിസ്സ ഓർഡർ ചെയ്തിട്ട് ഒരു കുപ്പി പശയാണ് വന്നത്. പെല്ലിങ് മാറിപ്പോയി. പ്രചോദേട്ടൻ നിങ്ങളാണോ ചെയ്തത്? ഞാനങ്ങനെ ചെയ്യാന്. ഞാൻ ഷൂട്ട് കാണിച്ച് ഇന്നലെ കഴിക്കുന്നത് മുഴുവനുള്ള ബില്ല് ഇന്നും ഉള്ള എല്ലാ ബില്ലും ഞാൻ പിഷാരുടെ പേരിൽ എഴുതി ചേർത്തിരിക്കുക. ഇനിയിപ്പോ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറിഞ്ഞോണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പ്രചോദം എന്തായാലും വരൂല, ഓർഡർ ചെയ്യൂല. കാരണം പ്രചോദന്റെ വീട്ടില് പിഷാരടി അതിഥിയായിട്ട് വന്നിട്ട് ചോറ് കൊടുത്തിട്ട് അതിന് ബില്ല് കൊടുത്ത ആളാണ്. അല്ല അതെ അമ്മച്ചി, അതെ പിഷാരടി സാറേ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇത് ആരാ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ഇതൊന്ന് കൈപ്പറ്റുക. എനിക്ക് ഓർഡർ ചെയ്ത നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കി. അല്ല ഞാൻ വിളിച്ചപ്പോ ആ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ടാ ഞാൻ, അല്ലെങ്കിൽ ഞാനാ എനിക്ക് പിസ്സ പോയിട്ട് പിഷാരടിയുടെ നമ്പർ പോലും അറിയാൻ പാടില്ല. അയ്യോ, എന്റെ നമ്പർ കയ്യിലില്ലേ? ആർക്ക് വേണം? ആരെങ്കിലും ഒന്ന് കൈപ്പറ്റി കഴിഞ്ഞാൽ ഡെലിവറി പോയി. അത് എന്ത് പിസ്സ? അത് ഇത് മഷ്റൂം പിസ്സ. നീ തിന്നു നോക്കിട്ടാ ഉണ്ടെന്നേ. അതെ, ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ ഇതിന്റെ പേയ്മെന്റ് കഴിഞ്ഞതാണോ? സാർ ഓൾറെഡി പെയ്ഡഡ് ആണ് പൈസ. ഞാൻ മേഡത്തിന് വേണ്ടിട്ട് ഓർഡർ ചെയ്തതാ. പിഷാരടി ഇത് പിഷാരടി ഇത് എന്തോ കാണിക്കണേ? ഇതെന്ത് ചൂടാണ്? അല്ല, അത് ഞങ്ങള് സ്വയം ചൂടാക്കണതല്ല, നമ്മള് നട്ടുചേർത്തുള്ളത് കൊണ്ടുവരണേ. അപ്പൊ സൂര്യന്റെ ചൂടും ബൈക്കിന് വരുമ്പോ ആ സൈലൻസറിന്റെ ചൂടും കൊണ്ട് ആ ചൂടും എന്തായാലും ഇത് മറ്റേ വട്ടത്തിരിക്കുന്ന സാധനല്ലേ, ഇത് നമുക്ക് ഒരുപോലെ ഈക്വൽ ആയിട്ട് മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. ഒരേപോലെ. ഓക്കെ ചേട്ടാ, നിങ്ങളും കഴിച്ചിട്ട് പോയാ. അല്ല എനിക്ക് വർക്കുണ്ട്. അങ്ങനെ പറഞ്ഞ പറ്റില്ല. ചേട്ടൻ കൊണ്ടുവന്ന സാധനം ചേട്ടന് ഇതിന്റെ ഒരു പങ്ക് പറ്റിയിട്ട് പോയാൽ മതി. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. അതെ ശരി 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 ഓക്കെ.